Get me Prasad. Sir, പത്രക്കാരാകെ ചൂടാണ്. ഇത് മഹാ ചമ്മാടിത്തരമാണ്. ഞങ്ങളെ മുന്നിൽ പറഞ്ഞാൽ പ്രശ്നം ഇവിടുന്ന് ഒരു അടി മുന്നോട്ട് വിടാൻ പാടില്ല. No. വിട്ടിട്ട് വേണം നിങ്ങളെ ആരെങ്കിലും എടുത്തിട്ട് പൊതുക്കിന്ന് പറഞ്ഞു സകലവനും നാളെ എഡിറ്റോറിൽ എഴുതാൻ. ഇതിപ്പോ തടഞ്ഞു എന്നല്ലേ പരാതി വരും. അത് ഞാൻ ഫേസ് ചെയ്തോളാം. നോക്കി നിൽക്കാം. ഇതുങ്ങളെ ഇവിടെ പിടിച്ച് മാറ്റണോ? സർ ഞാൻ അവിടെ അവരെ പറഞ്ഞു സ്റ്റോപ്പ് ഫോമിലേക്ക്. Come on, let's sort this out. സർ ഇതാണ് സ്ട്രീറ്റിന്റെ സൗത്ത് എൻട്രൻസ്. അതായത് നമ്മൾ ഇപ്പൊ നിൽക്കുന്ന പൊസിഷൻ. ഗുഡ്. ഇത് നോർത്ത് എൻട്രൻസ്. ഇതും ഈ 4 ഇട റോഡുകളും ലഹളക്കാര് ആൾറെഡി ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് we will have to discuss some other action plan. സർ ഇനിയും നിങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ ആ തെരുവ് മുഴുവൻ അവർ കത്തിക്കും. പിന്നെ എന്ത് വേണമെന്നാടോ? ബഹളം തുടങ്ങി ഇത്രാമത്തെ മിനിറ്റിൽ തോക്കെടുത്ത് വെടിവെച്ചോളാം താൻ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? തോക്കെടുക്കില്ല എന്ന് താൻ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? ഇത് ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം. ഇനി എന്ത് കോപ്പ് ഹാൻഡിൽ ചെയ്യുന്ന ഇയാളെ കൊയിലാണ്ടിന് ഇത്ര വേഗം എങ്ങനെ കെട്ടിയെടുത്തതോ? What's being done? എല്ലാം നിയന്ത്രണാധീനം. എങ്ങനെ ഇരുന്നു കളക്ടറുടെ കൊയിലാണ്ടി പ്രോഗ്രാം? നോ ടൈം ഫോർ സ്മോൾ ടോക്സ് ശങ്കർ. കം ഓൺ ബ്രീഫ് മീ. സർ ഇത് MP അദ്ദേഹത്തിന്റെ വീട്. ഇവിടെ ഒരു കമ്പനി റൈഫിൾ പോലീസിനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെതാ ഇവിടെയാണ് ഒരു വലിയ ടെൻഷൻ. MP അദ്ദേഹത്തിന്റെ വൈഫ് ഡെലിവറി കഴിഞ്ഞ് കിടക്കുക. അറിയാലോ, അവിടേക്ക് ഒരു 3 വാൻ പോലീസ് മൂവ് ചെയ്തിട്ടുണ്ട് സർ. ഭഗവാനെ, എന്തെങ്കിലും സംഭവിച്ചു പോയാ ഒരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുക. MP അദ്ദേഹത്തിന്റെ ഫാദറിലോ ഒക്കെ ഈ ബഹളത്തിനിടയ്ക്ക് ഞങ്ങൾ മാനേജ് ചെയ്താ. Bring them back. ഈ 2 ട്രൂപ്സിനെയും ഉടനെ തിരിച്ചു വിളിക്കണമെന്ന്. What do you mean? What I said. And why the damned into resort to firearms? Look, Mr. Collector, ലാത്തി വീശണോ വെടിവെക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. And don't try to impose. ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് എനിക്കറിയാം. Like hell you know. ഒരു തെരുവ് മുഴുവൻ നിന്ന് കത്തിച്ചാമ്പലാവുമ്പോ MP-യുടെ കൊട്ടാരത്തിന് റൈഫിൾ പോലീസിന്റെ കാവൽ. അന്തപുരത്തിൽ തിരുവയറൊഴിഞ്ഞു കിടക്കുന്ന അയാളുടെ പട്ടമഹിഷിക്ക് ബ്ലാക്ക് കാറ്റ് പ്രൊട്ടക്ഷൻ. അതും പോരാൻ അയാളുടെ ഹാർട്ട് അറ്റാക്ക് വന്ന് കിടക്കുന്ന അമ്മായിപ്പന്റെ നെഞ്ചത്ത് സ്റ്റേറ്റ് പോലീസിന്റെ സെറമോണിയൽ പരേഡ്. ഇറ്റ്സ് ഷെയിം ഓൺ യു മിസ്റ്റർ. വാ പൊളിച്ച് നോക്കി നിൽക്കാതെ തിരിച്ചു വിളിക്കാൻ മെസ്സേജ് കൊടുക്കണോ? ഇഡിയറ്റ്. സർ. ഓഫീസർ, സർ, യു ലുക്ക് ആസ് ഇഫ് യു ഹാവ് ഗ്രോൺ ത്രൂ ഇറ്റ്. സർ, നൗ കം ഓൺ, ടേക്ക് ചാർജ്. സർ. Come on, advance, Mr. Joseph. Now get the hell out of my way. Come on. Now come on, all of you. Go on. Take position. ഉറപ്പേ വരുന്നു. ഹലോ, അതെ, ഇതാ കൊടുക്കുന്നു. ലോറൻസ് മാഷാ കൊച്ചിന്ന്. അലക്സാണ്ടർ, ഇത് കണ്ടോ? അലക്സാണ്ടർ ലാൽ സലാം കണ്ടോന്ന്?
പത്രം കണ്ടില്ലേ? അത്രയൊക്കെ തന്നെ ഞാനും അറിഞ്ഞുള്ളൂ. ഇല്ല, മോനെ നേരിട്ട് ലൈനിൽ കിട്ടിയില്ലതുവരെ. എവിടുന്നെങ്കിലും ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ സോൺ DIG വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇല്ലില്ല, 15th ഞാൻ ഉണ്ടാവില്ല. ഒരു ജാപ്പനീസ് ടീം വരുന്നു നമ്മുടെ ചെമ്മീൻ ഫാമിലേക്ക്. ഓ, ഇവിടെ ഇപ്പൊ ഞങ്ങൾ ഈർക്കൽ പാർട്ടികൾ വന്നില്ലേലും നിങ്ങൾ വലിയേട്ടനും ചെറിയേട്ടനും ഇടം വലം നിന്നങ്ങ് വിപ്ലവം നടത്തിക്കളഞ്ഞാ മതിയല്ലോ. പിന്നെന്താ? 19 വെച്ചോ, ഞാൻ ഉണ്ടാവും. റൈറ്റ്. ഉറുപ്പേ, ഓ ഡയറിയിൽ നോട്ട് ചെയ്തോണം. 19 ലേസൺ കമ്മിറ്റി. ഓ ഞാൻ പോയില്ല. രാജ്യസഭ പിരിഞ്ഞ് സദാശിവൻ നാളെ ഡൽഹിയിൽ നിന്ന് വരും. അയാള് പോയാ മതി എന്ന് പറയണം കമ്മിറ്റിക്ക്. പിന്നെ വേണ്ടേ? ട്രോളിംഗിന് നിങ്ങൾ ഇതൊന്ന് കേൾക്കാൻ. നിങ്ങൾ ആ ഫോൺ എടുത്ത് ആരെയെങ്കിലും ഒന്ന് വിളിച്ചിട്ട് കുഞ്ഞിന്റെ വിവരം എന്നതാണെന്നോ ഒന്ന് അന്വേഷിക്കാൻ. എന്തോന്ന് അന്വേഷിക്കാൻ? അവൻ എന്തെങ്കിലും പറ്റിയോന്നോ? എടി, അവന്റെ ജോലിയായി ചെയ്യുന്നത്. ഇതെന്തായാലും അപ്പച്ച സൗണ്ട് ചെയ്യുന്ന പോലെ അത്രയ്ക്ക് സിമ്പിൾ ഒന്നുമല്ല. കണ്ടില്ലേ, കളക്ടർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ് എടുക്കണമെന്ന്. എന്റെ ഈശോ മാതാവേ, ഇവനെ ചൊല്ലി എന്ന് ഇങ്ങനെ തീ തിന്നാനാണ് എന്റെ ഒരു തലവിധി. എന്റെ കർത്താവേ, എനിക്ക് വയ്യേ. അച്ചമ്പട്ടത്തിന് പഠിക്കാൻ ഞാൻ സെമിനാരിയെ കൊണ്ടാക്കിയ കുഞ്ഞ ഒടുവിൽ ദേ ഇപ്പൊ ആളെ കൊന്നതിന്റെ പേരിൽ ഈശോ എനിക്ക് വയ്യേ. അയ്യോ അയ്യോ എന്റെ കർത്താവേ. ഇനിയിപ്പൊ പ്രഷർ ഷൂട്ട് ചെയ്യും, പാൽപിറ്റേഷൻ വരും. കൊച്ചേ, നീ ആ ഗുളികയിൽ ഒരെണ്ണം എടുത്ത് അവിടെ നാക്കിന്റെ അടിയിലിട്ടോടെ. ദേ, നിങ്ങൾക്ക് വയ്യെങ്കിൽ വേണ്ട, ഞാൻ എന്റെ ആങ്ങളെ കൊണ്ട് അന്വേഷിപ്പിച്ചോളാം. കുറിപ്പേ, ഇയാളെ കൊച്ചുമത്രാസിന്റെ അരമനയിലോട്ട് വിളിച്ചിട്ട് ഈ കുന്ത എന്റെ മുറിയിലോട്ട് കുത്തിത്താ. ഇവിടെ നിന്നിട്ട് എനിക്ക് എന്റെ കയ്യും കാലും ധരിക്കുന്നു. എഴുന്നേറ്റ് പോക്കി ശേഷം മനുഷ്യൻ ഇവിടെ ആദ്യം ധരിക്കുമ്പോഴാണ് എന്റെ ഒരു മുട്ടുകുത്തി പ്രാർത്ഥന. നോക്കി നിന്ന് നിൽക്കാതെ വിളിച്ച് കുത്തിത്താടാ കുറിപ്പേ. ഓ ഓ എനിക്കെന്റെ ഓർമ്മയുണ്ടോടോ? നമ്മള് ചങ്ങങ്കരിക്കടവിന്ന് ഫിഷിംഗ് ബോട്ടെ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി 10-40 കൊല്ലം കഴിഞ്ഞിട്ടും വല്ല മാറ്റം ഉണ്ടോടോ ഈ സാധനത്തിന്? അല്ലാതെ അപ്പച്ച, ഓപ്പോസിറ്റ് ക്യാൻസൽ ആണെങ്കിലും CM-നെ മറ്റു വിളിച്ചിട്ട് അപ്പച്ചന് സിറ്റുവേഷൻ ഒന്ന് ചോദിക്കായിരുന്നു. ഓഹോ, എടോ കുറുപ്പേ, താൻ മണിപ്പാലെന്ന് വിളിച്ചു ചോദിച്ച ഇവിടെ ക്ലാസ് എന്നാ തുടങ്ങുന്നേന്ന്. ഇവിടെ നിന്നാലേ ഇവിടെ ശരിയാകത്തില്ല. അതല്ല അപ്പച്ച, ഇച്ചായന്റെ സ്വഭാവം ഓർത്തിട്ടാ ഞാൻ. അതാണ് പ്രശ്നം. നിനക്ക് തോന്നുന്നുണ്ടോ മോളെ, പൊളിറ്റിക്കൽ ക്ലൗട്ട് വെച്ച് ഇക്കാര്യത്തിന് അപ്പച്ചൻ മുഖ്യമന്ത്രി അപ്രോച്ച് ചെയ്താൽ നിന്റെ ചേട്ടനത് പൊറുക്കുമെന്ന്? നോ. നൗ ഡോണ്ട് ബോദർ മോളെ. ഹി വിൽ മാനേജ് ബൈ ഹിംസെൽഫ്. ഹി ഈസ് മൈ സൺ. Sir, the ministers are approaching. Junction pass ചെയ്തു. Don't you shout. ചെവിയേക്കാമോ എനിക്ക്? Stupid oversmart. എവിടെ പോയി കിടക്കുന്നത് കളക്ടർ? അല്ല സാർ, ഇങ്ങനെ ഈ സമയത്തിന് വന്ന്. Shut up. ഓ, നമസ്കാരം. എന്നെ ഉണ്ട കാണാനാണോ താൻ ഇവിടെ കിടന്ന് ഇടിക്കുന്നേ? എവിടെ ചെന്നാലും അതെ കാലിനിടയ്ക്കറി അങ്ങ് വരയിക്കോളും. ക്ഷമിക്കണം സാറേ, മന്ത്രിക്ക് ഒരു അലിച്ചു കൊടുക്കാനാ സ്വാതന്ത്ര്യ സമര പെൻഷന്റെ. അയ്യോ, സ്വാതന്ത്ര്യ സമര സേനാനിയാണോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ആട്ടെ, അമ്മാവന് ഏതിനാ പോയത്? ഉപ്പ് സത്യാഗ്രഹത്തിനോ അതോ ദണ്ഡിയാത്രയ്ക്കോ? പരീക്ഷയാണോ? അല്ലടോ, തനിക്ക് ഞാനൊരു താമ്രപത്രം തരാൻ പോവാ. കൊണ്ടുപോടും അയാൾ പൂനാമിൽ ഒരു സ്വാതന്ത്ര്യ സമരം. സാർ സാർ ഗസ്റ്റ് ഹൗസ് എത്തി സാർ. കരയോ കാപ്പി താഴെ. ഗസ്റ്റ് ഹൗസ് എത്തി സാർ. ഗസ്റ്റ് ഹൗസ് എത്തി സാർ. ഇദ്ദേഹം ഒന്ന് ഇറങ്ങണം. ഗസ്റ്റ് ഹൗസോ? ഓ പത്മനാഭ. മുണ്ടും പോയ
നാളത്തെ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ വരുവാടേ. അയ്യോ എന്റെ പൊന്നു പിള്ളത്തേക്ക് ഒന്നാ മാറിയല്ലോ തോട്ടം അശുദ്ധാക്കാതെ. എരപ്പൻ. എന്താ എന്തു പറ്റി? ആരാ നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിച്ചത്? ആരും ഉപദ്രവിച്ചല്ല സാറേ, പെൻഷന്റെ ഒരു അരഞ്ചി കൊടുക്കുന്നതിനിടയിൽ തിരക്കപ്പെട്ടു പോയതാ. സാരമില്ല, എഴുന്നേക്കാം. ആ, ഉം, ആ, ആ. ഹർജിയിൽ എന്തായിരുന്നാലും ശരി, നമുക്ക് ശ്രമിക്കാം. എന്നെ വന്ന് കണ്ടാ മതി. ഓ. എന്നെ മനസ്സിലായോ? ഇല്ല. ഞാൻ ജില്ലാ കളക്ടറാണ്. ഓ ഓ ഓ. ദാ, ഇത് വെച്ചോളൂ. വേണ്ട, അതൊന്നും ശരിയാവില്ല. ഔദാര്യമായിട്ടല്ല, പെൻഷൻ പണം കിട്ടുമ്പോ തിരിച്ചു തന്നോളൂ. ഇപ്പൊ ഇതൊരു സഹായമായിട്ട് കൂട്ടിയാ മതി. ഓ. കോൺസ്റ്റബിൾ സാർ. കുടിക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ വാങ്ങിക്കൊടുത്തിട്ട് ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലെത്തിക്കണം. എവിടെ ആയാലും ശരി. ശരി സാർ. വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. നമുക്ക് ശരിയാക്കാം. ആ, ഓ, ഓ. Come on. മന്ത്രിമാർ സംഭവസ്ഥാനം സന്ദർശിക്കുന്നില്ലേ സർ? ഉണ്ടല്ലോ, വെയിറ്റിംഗ് ഫോർ ദ MP. അദ്ദേഹം കൂടി എത്തണം. അദ്ദേഹത്തിന്റെ ആണല്ലോ. അല്ല ശങ്കർ, എവിടെയോ ജില്ലാ കളക്ടർ? സത്യം പറയാമല്ലോ സാർ, നോ ഐഡിയ. അതായത് തലസ്ഥാനത്ത് നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ ഞങ്ങൾ 3-4 പേരെ ഓടിപ്പിടിച്ച് എത്തിയിട്ടും കളക്ടർ അദ്ദേഹത്തിന് സമയമായില്ല പോലും. ബ്യൂറോക്രസി ആൾവേസ് ഹാസ് ഇറ്റ്സ് ലാഗ്. അല്ലേ പിള്ള ചേട്ടാ? ഓ, എക്സ്ക്യൂസ് മീ. വന്നല്ലോ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. മിസ്റ്റർ ജോസഫ് അലക്സ്, Sir. യു ആർ ലേറ്റ്. സർ, ഐ വാസ് നോ, ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്ക്യൂസ്. കളക്ടറെ, ഇന്നാട്ടിലെ ജനാധിപത്യ സെറ്റപ്പില് പ്രോട്ടോകോളിന്റെ ഏത് തട്ടിൽ വെച്ച് അളന്നാലും ശരി, തന്റെ ഈ IAS എന്ന 3 അക്ഷരത്തേക്ക് തൂക്കം വരുവിടോ ജനപ്രതിനിധിക്ക്. ഡോണ്ട് പ്രിറ്റൻഡ് അതർവൈസ്. പ്ലീസ് സർ. ദാ ഈ വേഷം കണ്ടല്ലോ, ഇന്നലെ രാത്രി മുതൽ ഈ നിമിഷം വരെ വി വർ അറ്റ് ദ റൈറ്റ് സ്പോട്ട്. റയറ്റ് സ്പോട്ട്, ഒലക്കേടെ മൂട്. എന്നാത്തിനാടോ ലേലത്തറത്? എന്നാത്തിനാടോ കളക്ടർ പോലീസിന്റെ നെഞ്ചത്ത് കയറാണോ? എടോ, ഒരുമാതിരി സൗജന്യ റേഷനുള്ള അപേക്ഷയും താങ്ങി പിടിച്ചുകൊണ്ട് തന്റെ ഓഫീസിന്റെ തിണ്ണനിറങ്ങാൻ വരുന്ന തെണ്ടികളുണ്ടല്ലോ, ലേമാൻ, കഞ്ഞിക്ക് വകയില്ലാത്ത എമ്പോക്കികള്, അവരോട് മതി വേല തന്റെ ഈ വിരട്ടലൊക്കെ. കേട്ടല്ലോ? എന്താടോ ഒന്നും മിണ്ടാത്തത്? അറിയാലോ, അല്ലെങ്കിൽ എപ്പോഴും ഒരു എല്ല് കൂടുതലായി അയാൾക്ക്. ഇപ്പോഴെന്തോ തന്റെ നാക്കകം കുഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിപ്പോയോ? സർ, മിസ്റ്റർ ജോൺ വർഗീസ്, സ്വീകരിക്കാൻ വൈകിയെത്തിയതിന് കളക്ടറെ മന്ത്രി ശാസിച്ചു എന്ന് നാളത്തെ പത്രത്തിൽ ഒരു 4 കോളം വാർത്തയാണ് അങ്ങയുടെ ലക്ഷ്യമെങ്കിൽ പറഞ്ഞാൽ മതി സർ, ഞാൻ നിന്ന് തരാം. ദാ, ഇവരുടെ മുമ്പിൽ ഞാനൊരു വിനീത വിധേയന്റെ വിഡ്ഢിവേഷം അഭിനയിച്ചു തരാം, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ദ സീൻ. നോൺസെൻസ്. കളി ആരോടാണെന്ന് അറിയില്ലോ എനിക്ക്. അറിയാം സർ, സംസ്ഥാന വിഭവശേഷി വകുപ്പ് മന്ത്രി ജോൺ വർഗീസിനോട്. ഈ സ്റ്റേറ്റിൽ ഏത് നിയോജക മണ്ഡലത്തിലായാലും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരിടത്ത് പോലും കെട്ടിവെച്ച കാശ് തിരിച്ചുപിടിക്കാൻ ശേഷിയില്ലാത്ത ബ്രാക്കറ്റ് പാർട്ടിയെ പിളർപ്പിൽ നിന്നും പിളർപ്പിലേക്ക് നയിക്കുന്ന അനിഷേധ്യ നേതാവിനോട്. അല്ലെങ്കിൽ ഒരേ സമയം ക്ലിഫ് ഹൌസിന്റെയും കന്റോൺമെന്റ് ഹൌസിന്റെയും അടുക്കളപ്പുറങ്ങളിൽ ചെന്ന് മുത്തും പവിഴവും പണ്ടങ്ങളും കാഴ്ചവെച്ച് വണങ്ങാൻ ഒളുപ്പില്ലാത്ത പൊളിറ്റിക്കൽ പിമ്പിനോട്, ആണും പെണ്ണും കെട്ട രാഷ്ട്രീയ ഹിജടയോട്. ഒന്ന് നിർത്തണോടുന്ന്. നിർത്താം സർ. ഒരു മന്ത്രി എന്നുള്ള അധികാരം വെച്ച് ആരെയും ഏത് സദസ്സിലും ബുളി ചെയ്യാമെന്നും ബെലിറ്റിൽ ചെയ്യാമെന്നുമുള്ള നിങ്ങളുടെ ധാർഷ്ട്യമുണ്ടല്ലോ, അർഹിക്കാത്തത് വീണ്ടും കിട്ടിയ അല്പന്റെ ധാർഷ്ട്യം. പ്ലീസ് പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് ഔട്ട് ഓൺ ദ റോങ് പേഴ്സൺ. കളി എന്നോടും വേണ്ട സർ. നോ, വൈ? ബിക്കോസ് ഐ ഹാവ് an extra bond. As you said, ഒരെല്ല് കൂടുതലാണ് എനിക്ക്. And don't you ever learn to forget that.
കമോൺ കിട്ടാം, ഇവിടെ തന്നെ ഫ്രഷ് ആവാം. താൻ പോയി ഇദ്ദേഹത്തിന് ഡ്രസ് എടുത്തു വന്നാൽ മതി. സർ. Come. ഗുഡ് മോർണിംഗ് സർ. സാർ വീട്ടിൽ നിന്ന് ഇപ്പൊ 4-5 പ്രാവശ്യം വിളിച്ചിരുന്നു. അമ്മച്ചി ആകെ. ആ ബാല, മരിച്ചവരുടെ ബന്ധുക്കൾക്കും പരിക്കേറ്റവർക്കുമുള്ള ദുരിതാശ്വാസ തുക ഇന്ന് തന്നെ റിലീസ് സാർ, അത് റഷ് ത്രൂ ദ ഫോർമാലിറ്റീസ്. ഓ മണി, 2 ചായ. Sir. Come. Forget the mess. കളക്ടേഴ്സ് ബംഗ്ലാവ് എന്നതിനേക്കാൾ ദിസ് ഇസ് എ ബാച്ച്ലേഴ്സ് കബി ഹാൾ. ലുക്സ് ലൈക്ക് വൺ സർ. പ്രസാദ് ഇവിടെ ചാർജ് എടുത്തിട്ട് ഇപ്പോ ഇറ്റ്സ് ഹാർഡ്ലി എ വീക്ക് അല്ലേ സർ? സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞൊരുത്തൻ നമ്മുടെ ലിമിറ്റിൽ വന്ന് ചാർജ് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ നേതാർ സ്മക്ക് ശങ്കറിനെ പോലെ മറ്റൊരു മഹാവിധി എന്നേ തോന്നിയുള്ളൂ. ബട്ട് നൗ ഐ റിഗ്രറ്റ് ദ ബയസ്. ഇന്നലെ you did a hell of a job. താങ്ക് യു സർ. Do you smoke? സർ, നോ താങ്ക്സ്. Why? What's bugging you? തനിക്ക് എന്നോട് എന്തോ ചോദിക്കാനുണ്ടല്ലോ. ഹേയ്, ഒന്നുമില്ല സർ. പറയണം. ഐ എം നോട്ട് ഷുവർ, ബട്ട് പറയടോ. സർ, യാദൃശ്ചികമാണ്. ഓഫീസിൽ പഴയ സെൻസേഷണൽ കേസ് ഫയലുകൾ, ഐ മീൻ വെറുതെ മറിച്ചു നോക്കുമ്പോ You stumble upon my name? അതോ ഫോട്ടോഗ്രാഫർ? ബോത്ത് സർ. പഴയ നടക്കാവ് പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിന്റെ. അതെ, ബോംബാക്രമണ കേസിൽ പോലീസ് പിടിയിലകപ്പെട്ട മുഖ്യപ്രതികളിൽ 4ാമത്തെ പേരുകാരൻ. തേവള്ളിപ്പറമ്പിൽ അലക്സാണ്ടർ മകൻ ജോസഫ്. ജോസഫ് അലക്സ്. ഞാൻ തന്നെയാടോ അത്? സർ, ഡു യു മീൻ ഇറ്റ്? യെസ്. പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ താൻ എന്റെ പഴയ വീരകഥകൾ മുഴുവൻ കേൾക്കേണ്ടി വരും. Could you stand it? സർ, Better you change now. പള്ളിയിൽ അച്ഛനാവാൻ സെമിനാരി പഠിക്കുന്ന കാലത്താ റിവോൾട്ടിന്റെ ബാപ്റ്റിസം. അതൊരു ബ്രീഫ് സ്റ്റിന്റ്. തിരുസഭയ്ക്കും തിരുമേനുമാർക്കുമെതിരെ കലാപം. അവരെന്നെ പിടിച്ച് പടിയടച്ച് പിണ്ണം വെച്ചു. പിന്നെ അങ്ങോട്ട് വിപ്ലവീര്യം മുറുകിയില്ലേ. ഒടുവിൽ നടക്കാവ് സ്റ്റേഷൻ ആക്രമണ കേസിൽ ഞാൻ അകത്തായപ്പോ എന്നെ രക്ഷപ്പെടുത്താൻ ഒരു പഴയ വിപ്ലവകാരി മുണ്ടുമുറുക്കി ഇറങ്ങി. മൈ ഫാദർ. അന്നോളം സമാഹരിച്ചു വെച്ചിരുന്ന പണവും പവറും തന്ത്രവും എല്ലാം എടുത്ത് അലക്സാണ്ടറിന് അധികായൻ യുദ്ധത്തിനിറങ്ങിയപ്പോ നിയമവും നീതിയും ഒക്കെ നട്ടൽ വിളച്ചു കൊടുത്തു. കേസിലെ എന്റെ കൂട്ടുപ്രതികൾ മുഴുവൻ ജയിലിലും, ഞാൻ പുറത്തും. മകൻ മൈനറാണെന്ന പിതാവിന്റെ വാദം അംഗീകരിച്ച് നിയമം വഴങ്ങി. The mutinous hallucinations of an adolescent absolved. മീശ മുളയ്ക്കാത്തവന്റെ വിപ്ലവ വിഭ്രാന്തികൾക്ക് നിരുപാധികം മാപ്പ്. ഇറ്റ് വാസ് സോ ഡിസ്കസ്റ്റിംഗ്. മണിയും മാനിപ്പുലേഷൻസും കൊണ്ട് വിലക്കെടുക്കപ്പെട്ട സ്വാതന്ത്ര്യം. പക്ഷേ പിന്നീട് ഒരിക്കൽ പോലും അപ്പച്ചന്റെ പണത്തിനും രാഷ്ട്രീയത്തിനും ഞാൻ പിടികൊടുത്തിട്ടില്ല. ഐ ഫ്ലഡ് ടു ഡൽഹി. The rest I think I know. ഡൽഹി ജെഎൻയുവിൽ പഠിത്തം, പൊളിറ്റിക്സ്. രാം മനോഹർ ലോഹിയുടെ ശിഷ്യൻ ശരത്ചന്ദ്ര ചാറ്റർജി എംപിയുടെ പാർട്ട് ടൈം സെക്രട്ടറി. ദ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് എന്ന ടാബ്ലോയിഡിന്റെ സബ് എഡിറ്റർ. ഒടുവിൽ ചാറ്റർജിയുടെ നിർബന്ധത്തിന് വഴങ്ങി സിവിൽ സർവീസ്. പിന്നെ സ്റ്റേറ്റ് സർവീസിൽ കാലുകുത്തിയ കാലം മുതൽ ഇങ്ങോട്ടുള്ള ഒറ്റയാൻ യുദ്ധങ്ങൾ. ഐ എം ഫ്ലാറ്റഡ്. അപ്പൊ താൻ എന്റെ ഫയൽ കണ്ടത് ഫ്ലൂക്കിനല്ല. യു നോ മൈ ആന്റിസിഡൻസ്. ഹേയ്, ഞാൻ ഈ ചരിത്രം ഒന്ന് മനഃപൂർവ്വം തപ്പിയെടുത്തതല്ല സർ. ഈ ഡൽഹി എപ്പിസോഡ് തന്നെ ഈ അടുത്ത കാലത്ത് എവിടെയോ വായിച്ചറിഞ്ഞതാ, ഏതോ മാഗസിനിൽ. എ റീസെന്റ് ഇഷ്യൂ. ഈ IPS കിട്ടിയില്ലായിരുന്നെങ്കിൽ താൻ ഒരു ജേർണലിസ്റ്റ് ആയനെ. യു മെയ്ഡ് മീ ഓപ്പൺ അപ്പ് റാദർ ബോസ്റ്റ്. യെസ് ജോസഫ് അലക്സ്. നോ, നത്തിങ് ഡൂയിങ്. അബ്സല്യൂട്ട്ലി നോ ചേഞ്ച്. ഓക്കെ. RDO സുദേവനാണ്. ദ കോൺഫറൻസ് വിൽ ഹാവ് ടു വെയിറ്റ് എന്ന്. MP-യുടെ ഫ്ലൈറ്റ് വൈകുമത്രേ. I said no. MP, the manipulator prince, ഉപജാപങ്ങളുടെ രാജകുമാരൻ.
ഇക്കൂട്ടത്തിൽ ആരെങ്കിലും പേരെടുത്തറിയാവൂടാ? ആ നിൽക്കുന്നത് സുലൈമാനിക്ക. ആ കഴിഞ്ഞ ഇലക്ഷന് നമുക്ക് ബൂത്ത് കിട്ടുന്നതിനിടയിൽ ഒരുത്തൻ കുത്തുകൊണ്ട് ചത്തില്ലേ, കുഞ്ഞാലി, ഓന്റെ ബാപ്പയാ. ചാക്കോ നോ. ഒന്ന് മാറ്റാൻ പറ. വീടും കുടിയും നഷ്ടപ്പെട്ടവർക്കൊക്കെ ഇന്ന് തന്നെ വേണ്ടത് ചെയ്തു തരണമെന്ന് കളക്ടറോട് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. ഡൽഹിയിൽ നിന്ന് ഒക്കെ കിട്ടിയില്ല എല്ലാവർക്കും. ആ ആ? ഇത് നമ്മുടെ കുഞ്ഞാലിയുടെ ബാപ്പയല്ലേ? അതെന്താ സുലൈമാനൊക്കെ കണ്ടാൽ എനിക്ക് അറിയാൻ പാടില്ല എന്ന് വിചാരിച്ചോ നിങ്ങള്? ആ കഷ്ടനഷ്ടങ്ങളുടെ കണക്ക് വെച്ച് ഓരോ അപേക്ഷ എഴുതി എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഒപ്പിടിച്ച് വാങ്ങിക്കണം. നമുക്ക് ഫോർവേഡ് ചെയ്യാം. ശരി. ആ നോക്കട്ടെ, സർക്കാരിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൂടെ ഒക്കെ വാങ്ങിച്ചെടുക്കാം നമുക്ക്. ആ കുടിക്കാന്റെ കാലിച്ചായെങ്കിലും കൊടുത്തോളാം എന്തിനാ അവർക്ക്? ഇല്ല സർ. അയ്യേ വേഗം കൊടുക്ക്. ആ ഇതിലേതാ കുഞ്ഞാലിന്റെ വീട്? ഓ കഷ്ടം, ആണൊരുത്തനായിരുന്നു. അവൻ കൂടെ ഉള്ളപ്പോ നമുക്ക് എന്തിനും ഒരു ധൈര്യമായി. ആ വാങ്ങിച്ചോടാ, എന്റെ ബാപ്പാന്റെ വലിയ ദോസ്തായിരുന്നു ഞമ്മള്. പഠിപ്പിക്കണുണ്ടോ രണ്ടുപേരെയും? ആ ഡാ, തൽക്കാലം പുലകെട്ടി മേയാനോ ഓട് വലിക്കാനോ ആർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോണം. അതിന് കണക്കൊന്നും നോക്കണ്ട. അത് പിന്നെ ഇത്ര പെട്ടെന്ന്? ആ കാശില്ലെങ്കിൽ ആരോടെങ്കിലും കടം വാങ്ങണം, അല്ലെ പലിശ കിടക്കണം, കാര്യം നടക്കട്ടെ. ദാ ഇക്കയുടെ കാര്യം പ്രത്യേകിച്ച്. ഡൽഹിന്നാ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന്. ആ ജയകൃഷ്ണൻ ഹിയർ, പുട്ട് മീ ഇൻ ലൈൻ. പെട്ടെന്ന് പഠിച്ചു വളർന്നോളാം കേട്ടോ. എനക്ക് പറ്റിയൊരു പണി ഞാൻ തരപ്പെടുന്നുണ്ട്. ആ നമസ്തേ നമസ്തേ പ്രസാദ്. ബോലിയേ ആപ്. ആ എന്തൊരു ഉളുമ്പ് മണം ആ ചെറുക്കന്റെ മൂക്കൊലിച്ചതിന്. പോന്നില്ലല്ലോ പുല്ല്. നീ എന്തെങ്കിലും ഒന്ന് എടുത്തേ ഒന്ന് മണപ്പിക്കാൻ. യെസ്. ഫ്രോഡോ? ഫ്രോഡ് നിന്റെ അപ്പൻ അട്ടിച്ച് ഞാൻ. ആ മോളു. ആ എവിടോ? എവിടെയെന്ന്? ആ ദാ ഉണർന്നല്ലോ. വന്നപ്പോ മുതൽ ഉറക്കായിരുന്നു. ഇപ്പൊ അവൻ അറിഞ്ഞാണ് പപ്പ ഡൽഹിന്ന് വന്നെന്ന്. ചെല്ലടി നീ കൂടെ. മിനിസ്റ്റർ എത്തി. ആ നീ ആ തങ്കത്തിനെയും കൂട്ടി അകത്തോട്ട് എടുത്ത് അയാൾക്ക് ഒരു കമ്പനി ആവട്ടെ. യെസ് സ്പീക്കിംഗ്. ആ നീ ആ ചാക്കോയെ വിളിച്ച് അപ്പുറത്തോട്ട് മാറ്റി നിർത്തി 2 ഒഴിച്ചു കൊടുത്തേ. പിടിപ്പിച്ചോട്ടെ. നമസ്തേ ജി.